നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നാട്ടിലോട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരു നിർണായക ഘട്ടം മറികടന്നിരിക്കുകയാണ്. അതായത് നൽകപ്പെട്ട പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ എവിടെയൊക്കെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിശദമായ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് UDFന് വലിയ തിരിച്ചടി. ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് LC ജോർജ്. 3 സെറ്റ് പത്രികകളിലും പുറമേ നിന്നുള്ള വോട്ടർമാരായിരുന്നു ഒപ്പിട്ടിരുന്നത്. ഇതാണ് തിരിച്ചടിയായത്. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ UDF ചെയർമാൻ സ്ഥാനാർത്ഥി KG രവീന്ദ്രന്റെ പത്രികയും തള്ളി. മലപ്പുറത്ത് നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്ത് നാരോക്കാവ് LDF സ്ഥാനാർത്ഥി ഷിഫ്ന ഷിഹാബിന്റെ പത്രികയും തള്ളി. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി മീമ്പാറ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ധന്യ ബാബുരാജിന്റെ പത്രിക തള്ളി. കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ധർമ്മപുരിയിലെ UDF സ്ഥാനാർത്ഥി നാസറിന്റെ പത്രിക തള്ളി. കോട്ടയത്ത് പാമ്പാടി പഞ്ചായത്ത് 9-ാം വാർഡിൽ UDFന് തിരിച്ചടി. UDF സ്ഥാനാർത്ഥി രമണി മത്തായിയുടെ പത്രികയാണ് അവിടെ തള്ളിയത്. കണ്ണൂർ കണ്ണപുരം പഞ്ചായത്തിൽ 10-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. NA ഗ്രേസിയുടെ പത്രികയാണ് തള്ളിയത്. നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലം നൽകാത്തതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. ഇതോടെ LDFിലെ പ്രേമ സുരേന്ദ്രന് എതിർ സ്ഥാനാർത്ഥിയില്ലാതായി. മലപ്പട്ടം പഞ്ചായത്തിൽ കോവുന്തല വാർഡിലും UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക തള്ളി. സൂക്ഷ്മ പരിശോധനയിൽ ഒപ്പ് വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. കാസർകോട്ടേക്ക് പോയാൽ കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 24-ാം വാർഡായ മണിമുണ്ടയിൽ ലീഗ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരുന്ന സമീനയാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. മടിക്കൈ പഞ്ചായത്തിലെ ബംഗളം 10-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ശാന്തിനിക്കും എതിരാളിയില്ല. കണ്ണൂർ കണ്ണപുരം പഞ്ചായത്തിൽ ഒരു വാർഡിൽ കൂടി LDF സ്ഥാനാർത്ഥി ജയം ഉറപ്പിച്ചു. 3-ാം വാർഡ് LDF സ്ഥാനാർത്ഥി KV സജീനയ്ക്കാണ് എതിരാളിയില്ലാത്തത്. ആന്തൂരിലും മലപ്പട്ടത്തും പത്രിക നൽകിയവരെ CPM ഭീഷണിപ്പെടുത്തിയെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. പത്രിക പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. മലപ്പട്ടം കോവുന്തല വാർഡിൽ റിട്ടേണിംഗ് ഓഫീസർ CPM ഭീഷണിക്ക് വഴങ്ങിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പത്തനംതിട്ട കവിയൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനാകാത്തതിൽ വിവാദം. സ്ഥാനാർത്ഥിക്കായി നേതാക്കൾ പൂരിപ്പിച്ച് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ ചേർത്തതാണ് കാരണം. ഇതോടെ പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥി രാജ്കുമാറിന് പത്രിക നൽകാനായില്ല. കവിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ ഇതോടെ UDFന് സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരി എന്ന ആക്ഷേപമാണ് അവിടെ ഇപ്പോൾ ഉയരുന്നത്. ഇതിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. പുതിയ വോട്ടർ പട്ടിക ഉണ്ടായതല്ല, അതല്ലേ കൊണ്ട് കൊടുത്തത്? പുതിയ വോട്ടർ പട്ടിക മനി എന്നത് പുതിയ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ വന്നത്. ആ സാധനം കൊണ്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. പക്ഷേ ഇത് പഴയതും പുതിയതായിട്ട് വ്യത്യാസങ്ങളുണ്ട്. പഴയത് നോക്കിയാണോ പൂരിപ്പിച്ചത്? അതറിയത്തില്ല. പഴയത് നോക്കിയാണോ പൂരിപ്പിച്ചതെന്നുള്ളത് അറിയത്തില്ല. ഇപ്പം പുതിയ നമ്പർ തെറ്റായിരുന്നു. പുതിയ വോട്ടർ പട്ടികയുടെ നമ്പർ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ആരാ ഇത് എഴുതുന്നത്? അത് മറ്റേ പഴയ വൈസ് പ്രസിഡന്റ് ദിനേശ്. സ്ഥാനാർത്ഥികളെ ഞങ്ങൾ 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോ മറ്റുള്ളതൊക്കെ ഏത് ലിസ്റ്റ് വെച്ചാൽ എഴുതിയെന്നുള്ളത് നമുക്കറിയത്തില്ല. അതായിരിക്കാം. എന്തായാലും കൊള്ളാം. ഇന്നത്തെ ദിവസം ആ സമയത്താണ് കിടന്ന് ഓടേണ്ടി വന്നത്. അവിടെ നീ നിന്നിരുന്നെങ്കിൽ ആർക്കായിരുന്നു പ്രയോജനം? അവിടെ പ്രയോജനം ഇപ്പം നമുക്ക് തന്നെ പ്രയോജനം കിട്ടിയതിനെ. കാര്യം BJPക്ക് സ്പ്ലിറ്റായി പോകത്തേ ഉള്ളൂ. 2 കുടുംബക്കാരാണ്. അതാണ് സംശയം. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. ചില നേതാക്കൾ ഫ്യൂഡൽ മാടമ്പികളെന്നാണ് വിമർശനം. അടികൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റ് കിട്ടിയില്ല. 20-30 വർഷം മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കാൻ നേതൃത്വത്തിന് മടിയില്ല. മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുന്നവരെ എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുമെന്നും
ദുൽഖിഫിൽ കുറ്റപ്പെടുത്തി VM ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിലും വിമർശനമുണ്ട്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് പക്വതയാണെന്നും സ്കൂൾ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കുമെന്നും പരിഹാസവും ഉണ്ടായി. പേരാമ്പ്ര സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച ജയിലിലായിരുന്നു ദുൽഖിഫിൽ. കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയുമില്ലെന്ന് UDF നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ പ്രസംഗിച്ച നേതാക്കളിൽ ഒരാൾ വെൽഫെയർ പാർട്ടി നേതാവ് KC അസ്ലമാണ്. PK ബഷീർ MLA, കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് അസ്ലം വേദി പങ്കിട്ടത്. വെൽഫെയർ പാർട്ടി UDF കൂട്ടുകെട്ടിൽ മുന്നറിയിപ്പുമായി സമസ്ത രംഗത്ത് വന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം മലബാറിലെ പലയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് വെൽഫെയർ പാർട്ടിയും UDFും പരസ്പരം സഹകരിക്കുന്നത്. എന്നാൽ പരസ്യമായോ രഹസ്യമായോ വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് UDF നേതൃത്വവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പ്രതികരിക്കുന്നത്. പക്ഷേ മുക്കത്തിനടുത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് UDF നേതാക്കൾ എത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവരുടെ പ്രചരണ സാമഗ്രികളിലടക്കം UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് രേഖപ്പെടുത്തിയാണ് പ്രചാരണം നടക്കുകയും ചെയ്യുന്നത്. ഇതിനു പിന്നാലെയാണ് കൊടിയത്തൂരിൽ നടന്ന UDF പഞ്ചായത്ത് കൺവെൻഷനിൽ KC അസ്ലം എന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പങ്കെടുക്കുകയും ചെയ്ത് KPCC നേതാവ് വിദ്യാ ബാലകൃഷ്ണനും PK ബഷീർ MLAയും അടക്കമുള്ള UDFിലെ പ്രമുഖർ കൂടി പങ്കെടുത്ത വേദിയിലായിരുന്നു KC അസ്ലം പങ്കെടുത്ത് പ്രസംഗിച്ചത്. ഈ ഇരിക്കുന്ന 19 ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് നമുക്ക് ഈ സമൂഹത്തോട് ഉറക്കെ പറയാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഭരണ നേട്ടങ്ങൾ മാത്രം മതി ഈ 19 ആളുകൾക്കും വിജയിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 14 നമ്മൾ വിജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം 19 വിജയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരണം. അതിനിടെ വെൽഫെയർ പാർട്ടി UDF കൂട്ടുകെട്ടിനെതിരെ സമസ്ത നേതാവ് രംഗത്തെത്തുകയും ചെയ്തു. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അകലം പാലിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയത്. അവർ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കും, അതിനെ ലീഗ് പ്രതിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയത് സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും. നുഴഞ്ഞു കയറിയാൽ സമസ്ത തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? അവർ വൻചതിൽ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നതെന്ന് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൊടിയത്തൂരിനൊപ്പം ജില്ലയുടെ മറ്റ് ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. പലയിടങ്ങളിലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ധാരണ UDFും വെൽഫെയറുമായി ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോഴും ധാരണയിലെത്താൻ കഴിയാതെ ഇരിക്കുന്നു. അത്തരം ഇടങ്ങളിൽ 2 മുന്നണിയിലെയും അല്ലെങ്കിൽ 2 പാർട്ടികളിലെയും ആളുകൾ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്തും ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന നിമിഷം പിൻവലിച്ച ശേഷം വീണ്ടും ധാരണയിലേക്ക് കടക്കുമെന്നുമാണ് വിവരം ലഭിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പിന്തുണ UDFിനെന്ന് ആവർത്തിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരങ്ങളുണ്ടെന്നും അതെല്ലാം UDFിന് ജയിക്കാൻ പറ്റാത്ത ഇടങ്ങളിലെന്നാണ് വിശദീകരണം. UDF പ്രവേശനത്തിന് സംസ്ഥാന നേതൃത്വം പലവട്ടം ഇടപെട്ടിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലയിലെ പ്രാദേശിക ഇടപെടലാണ് തടസ്സമെന്നും അൻവർ പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് കിട്ടിയ പരിഗണനയുടെ പകുതിയെങ്കിലും കിട്ടണമെന്നും അൻവർ പ്രതികരിച്ചു. നിരുപാധിക പിന്തുണ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ UDFിന് കൊടുത്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും UDFിന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. ഇല്ല, നമ്മളെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും UDFിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് 99%. അത് UDFിന് ഗുണകരമാകുകയുള്ളൂ, ഒരിക്കലും അത് ദോഷകരമാകുന്നില്ല. അല്ല, അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ച് പോകണമെന്ന് പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ
സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നേതൃത്വം ചർച്ച ചെയ്തതിന് മുകളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി. ഇ കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത്. സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവ് N ശിവരാജനും പോസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. C കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ എന്ന കാരണത്താലാണ് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പാലക്കാട് C കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്ത് നിന്ന് കൃഷ്ണദാസിനും P സ്മിതേഷിനും മാത്രമാണ് സീറ്റ് ലഭിച്ചത്. വനിതാ സംവരണ വാർഡുകളിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വം നീങ്ങി. തിരുവനന്തപുരം പോത്തൻകോട് ഡിവിഷനിൽ അമയ പ്രസാദും ആലപ്പുഴ വയലാർ ഡിവിഷനിൽ അരുണിമ M കുറുപ്പും സ്ഥാനാർത്ഥികളാണ്. BM വിനു പിന്മാറിയതോടെ PM നിയാസ് കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാകും. KPCC സെക്രട്ടറിയായ നിയാസ് മുൻപ് 2 തവണ കൌൺസിലറായിട്ടുണ്ട്. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കോഴിക്കോട്ടെ ഇടതുകോട്ട തകർത്ത് UDF കോർപ്പറേഷൻ പിടിക്കുമെന്ന് നിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ UDFന്റെ നായകൻ, കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി, KPCC സെക്രട്ടറി PM നിയാസ്, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രചാരണത്തിലേക്ക് തന്നെ നീങ്ങുന്നു. എങ്ങനെയാണ് UDFന്റെ സാധ്യതകൾ കോഴിക്കോട് കോർപ്പറേഷൻ? കോഴിക്കോട് ജനങ്ങളേറെ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നത് LDFന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തിൽ പഠിച്ചു വരുന്ന മുഴുവൻ ആളുകളും ഒന്നുകിൽ പഠിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയോ മറ്റു നഗരങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരും ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലുമൊക്കെ ആളുകൾ ജോലി തേടി പോകുന്ന സാഹചര്യമുണ്ട്. IT മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ ഈ നഗരത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് നഗരം ഒരു വ്യവസായ നഗരത്തിനപ്പുറമായി ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ IT മേഖലകളിലെ ഒക്കെ പ്രവർത്തിക്കുന്നവരെ പിടിച്ചു നിർത്തി ഈ നഗരം വികസിപ്പിക്കുക എന്നതാണ് UDF ഏറ്റവും ലക്ഷ്യം കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ഞങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഈ നൂതനമായ ഒരു നഗര വികസനത്തിൻ്റെ പുതിയ മന്ത്രം രചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. UDFന് വലിയ ഒരു അടിയൊഴുക്കാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPMലെ നേതാക്കന്മാർ മാത്രം തടിച്ചു കൊഴുത്ത് മുന്നോട്ട് പോവുകയും പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി മാറുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നലെ പോയ എൻ്റെ ഈ വാർഡിൽ ഒരു ഷീറ്റിൽ മറച്ചു കിടക്കുന്ന 4-5 വീടുകളിൽ ഞാൻ ഇന്നലെ പോയി. എല്ലാ അതിദാരിദ്ര്യം മാറ്റി എന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾക്ക് ഇപ്പം അറിയാം, നമ്മുടെ ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് അവിടെ കിടക്കുന്ന ആളുകൾ. അപ്പോൾ എല്ലാം ഇത് IT മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെന്ന് പറയുന്ന വികസനമെല്ലാം ഇത് പൊയ് വാക്കുകളും പൊയ് മുഖങ്ങളുമാണ്. യഥാർത്ഥ മുഖങ്ങൾ വേദനിപ്പിക്കുന്നതാണ്, വിഷമിക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ മാറ്റുവാൻ പറപ്പടിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എനിക്ക് മുമ്പുള്ള ജനപ്രതിനിധികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയും ഈ ഇവിടുത്തെ ജനങ്ങളുടെ സർവ്വതോമുഖമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കോഴിക്കോട് നഗരം കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഹബ്ബായി, തൊഴിൽ നടത്തുന്ന ആളുകളുടെ ഹബ്ബാക്കി മാറ്റിയെടുക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്കുമൊക്കെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമാണ് UDF ഏറ്റെടുക്കുന്നത്. കോഴിക്കോടിനെ നയിക്കുക, UDFനെ നയിക്കുക താങ്കളാണെന്ന് പാർട്ടി നിലവിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും താങ്കൾ തന്നെയാണ്. അങ്ങനൊരു നിയോഗത്തെ ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ എങ്ങനെയാണ്? ഞാൻ അക്കാര്യത്തിലൊന്നും അത്ര വലിയ അമിത ആവേശമോ അമിത ആഹ്ലാദമോ എനിക്കില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുകയുമില്ല. എൻ്റെ രീതിയും അതല്ല.
ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒരിക്കലും വരില്ല എന്ന് എല്ലാ യോഗങ്ങളിലും കൃത്യമായി പറയുകയും നേതാക്കന്മാരോട് വളരെ വ്യക്തമായി അപേക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തെ ലീഡ് ചെയ്യണമെങ്കിൽ ഒരു മുഖം വേണമെന്നതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്ന ഏത് ഉത്തരവാദിത്വം അത് പാർട്ടിക്ക് എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ എന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം മേയർ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഏത് ഉത്തരവാദിത്വം വന്നാലും കോഴിക്കോട് നഗരവാസികൾക്ക് വേണ്ടി ഞാൻ അത് UDF വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു ടീം UDF ആണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ടീം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. ജനതാൽപര്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അഴിമതി തുടച്ചു നിൽക്കുക എന്നത് നമ്മുടെ പൊതു വിഷയമായി ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അഴിമതിരഹിതമായ ജനതാൽപര്യം അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുമായി കോഴിക്കോട് നഗരം മാറ്റിയെടുക്കും. മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റും. കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷനായി ജനങ്ങൾക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പരിപാടികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് താമസം വിന ഞങ്ങളത് ജനങ്ങൾക്ക് മുമ്പാകെ എത്തിക്കും. ഈ കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി CPM തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവർക്ക് തനിച്ച് പോലും ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ കോഴിക്കോട് പിടിച്ചാൽ കേരളം പിടിക്കാം എന്ന രീതിയിലാണ് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് അടക്കം വരാൻ പോകുന്നു. അതിൽ കോഴിക്കോട്ടെ വിജയം ഒരു നിർണായക ഘടകമാവില്ലേ? ഈ കോഴിക്കോട്ടെ ഇടതുകോട്ട പൊളിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതേ ജനങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ കഴിഞ്ഞ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് 70,000 ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നത് പാർലമെന്റ് ഇലക്ഷൻ. അതേ ജനങ്ങൾ തന്നെയാണ് ഇവിടെ, മറ്റാരും ജനങ്ങൾ വരുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്ന നഗരമാണ് കോഴിക്കോട്. ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കത് ക്യാഷ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് റിബൽ ശല്യവും അതുപോലെ മറ്റ് പ്രയാസങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായി. ഇത്തവണ നിങ്ങൾക്കറിയാമല്ലോ, വളരെ അപൂർവമായ ഒരു 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറിയ വിഷയങ്ങളുള്ളത്. അതും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. എന്തിനു വേണ്ടിയെന്നറിയുമോ? ഞങ്ങൾക്ക് ഭരണം കിട്ടാനല്ല. ഈ ദുർഭരണം ജനങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഭരണത്തെ എതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ല. അസാധ്യമല്ലാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 35 കൊല്ലത്തോളം ഭരിച്ച കൽക്കട്ടയിൽ, ബംഗാളിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു? ത്രിപുരയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു? ഏറ്റവും കൂടുതൽ തെലങ്കാനയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്? അതും അവിടെ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന പാർട്ടിയാണ് നമ്മൾ തോൽപ്പിച്ചത്, അല്ലേ? അത്രയേറെ റൂട്ടായിട്ടുള്ള ജനബന്ധമുള്ള സ്ഥലങ്ങളാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നാൽ അത് വിജയിക്കുക തന്നെ. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്നെ അത് പറയും. എന്തായാലും ത്രിപുരയെ പോലെ ബംഗാളിലെ പോലെ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് കോഴിക്കോട്ടേക്ക് എത്തും. ആ കൊടുങ്കാറ്റിൽ പിന്നീട് കേരളത്തിന്റെ ഭരണവും പിടിക്കാൻ കോൺഗ്രസിന് കഴിയും, അല്ലെങ്കിൽ UDF കഴിയും എന്ന പ്രതീക്ഷയാണ് PM നിയാസ് പങ്കുവയ്ക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണിയിൽ തർക്കം തീരുന്നില്ല. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് CPI. ചിറ്റൂർ, തത്തമംഗലം നഗരസഭ, മണ്ണൂർ, മേലോർക്കാട്, തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കുക. ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിൽ 2 വാർഡുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ചിറ്റൂരിൽ 2 ബ്ലോക്ക് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി. മണ്ണൂർ പഞ്ചായത്തിൽ 5 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് തീരുമാനം. തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും CPI മത്സരത്തിനുണ്ട്. മേലാർക്കോട് CPM സ്ഥാനാർത്ഥിക്കെതിരെ CPI ലോക്കൽ സെക്രട്ടറി S. ഷൌക്കത്ത് അലി മത്സരിക്കും. മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും പലയിടത്തും മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചതായും CPI ജില്ലാ സെക്രട്ടറി സുമലത പ്രതികരിച്ചു. ബഹുഭൂരിപക്ഷ മണ്ഡലത്തിലും മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 3 മണ്ഡലത്തിൽ ചിറ്റൂരെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത്. ആ മര്യാദ പാലിക്കേണ്ട അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളത് കൊണ്ട് അവർ കൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂര് പാലിച്ചില്ല എന്നുള്ളത് കൂടി അറിയിക്കണം. മറ്റൊന്ന് മണ്ണൂരാണ്. പാലക്കാട് മണ്ഡലത്തിൽ മണ്ണൂർ പഞ്ചായത്തിൽ മാത്രമാണ് അത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തോടുകൂടി ഏറ്റവും അവസാനം വരെ വന്നു. പക്ഷെ ഒരു വാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്.
കാസർഗോഡ് ഉള്ളിയടുത്തുകയിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ 6 SDPI പ്രവർത്തകർ കസ്റ്റഡിയിലായി. ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിന് 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്വമേധയാ കേസെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. വർഷങ്ങളായി ക്രിക്കറ്റ് കളിച്ചിരുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി യുവാക്കൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിക്കുന്നവർക്കാണ് അനുമതി നിഷേധിച്ചത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ 300ഓളം കുടുംബങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടാണിത്. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ, ചെറുപ്പക്കാർ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ എത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ പലർക്കും ഇവിടെ കളിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പണമടച്ച് കളിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും മാത്രമായി വൈകുന്നേരങ്ങളിലെ സമയം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കാൻ വരുന്ന മറ്റ് നൂറുകണക്കിന് പല സ്ഥലങ്ങളിലായി പല പിച്ചുകളിലായി ഇവിടെ യുവാക്കൾ കളിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്കാർക്കും കളിക്കാൻ കഴിയുന്നില്ല. ഈ ഗ്രൗണ്ടിൽ ഈ കോളേജിലുള്ളവർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്താനാണ് ഇവിടുത്തെ അധികൃതരുടെ തീരുമാനം. വലിയ നിരാശയാണ് ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ഇവിടെ കളിക്കാനെത്തുന്ന യുവാക്കളിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഇവിടെ കളിക്കാൻ കഴിയാതെ ഈ സമയം കാത്ത് ഇവർ സ്വിച്ച് ബോർഡിലേക്ക് കളിക്കുന്ന അവർ മാറിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കളിക്കാമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും രാത്രിയാവും. എങ്ങനെയാണ് നിങ്ങളുടെ കളി എങ്ങനെയാണ് തടസ്സപ്പെടുന്നത്? ഇപ്പോൾ നമുക്ക് അവര് ഇടയ്ക്ക് വെച്ച് പറഞ്ഞ 5:30 ശേഷം നമുക്ക് ഗ്രൗണ്ട് തരാൻ കളിക്കാൻ എന്ന് പറഞ്ഞു. അത് പിള്ളേർ കളിയുള്ളതുകൊണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ 3 മാസത്തോളം വെയിറ്റ് ചെയ്തായിരുന്നു. വരും 5:30 ശേഷം വരും, ഒറ്റ കളി കളിച്ചിട്ട് പോകും. സാധാരണ നമ്മൾ 3-4 കളി കളിക്കുന്നതാണ്. ഇപ്പോഴും അത് 5:30 എന്നുള്ളത് മാറി 6 ആയി. ഇനിയിപ്പം നമുക്ക് ഇവർക്ക് ജനുവരി കഴിയുന്നവരെ നമ്മൾ കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി തിരക്കിയപ്പോൾ അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗ്രൗണ്ട് പൂട്ടിയിട്ട് നമ്മളങ്ങ് ഒഴിവാക്കാനുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഈ ഒരു 5 മണി 5:30 ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. അവരവിടെ കളിക്കുന്നൊന്നുമില്ല. ഇത് ലെതർ ബോൾ എന്ന് പറയുന്ന സാധനം 6 മണിക്ക് ശേഷം ഒരു വ്യക്തിക്ക് കളിക്കാൻ പറ്റണ കാര്യമല്ല. ഇത് മനഃപൂർവ്വം ഇങ്ങനെ കുറെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കളിക്കണം ആവശ്യമായിട്ട് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയോ അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാളിനെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പാർട്ടിക്കാരെ വെച്ചും ട്രൈ ചെയ്തിട്ടുണ്ട്, യൂസ് ഇല്ല. ഇതിപ്പോ പറയുന്നത് ആക്ച്വലി നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. കാരണം 10-30 വർഷമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അത് കഴിഞ്ഞ ശേഷം ഇപ്പം മക്കളും അങ്ങനെയൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തും പലരും ലഹരിയിലോട്ടും സംഭവങ്ങളിലും ഒക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം കൂടിയാണ്. ഈ ലോക്കൽസ് കളിക്കണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ലേ? ലോക്കൽസ് കളിക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ലാസ്റ്റായിട്ട് അവര് വന്ന് പറയുന്ന അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നാൽ, വെളിയിൽ നിന്ന് ഉള്ള ഗ്രാമവാസികൾ ഇതിന്റെ ഉള്ളിൽ കയറി ഇവിടെ അനധികൃതമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ കേസ് അങ്ങനെ സംഭവങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള രീതികൾ. എത്ര വർഷമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്? ഞാൻ 10-30 ദിവസമായി ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. അന്നൊന്നും ഈ പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഈ പ്രശ്നമില്ലേ, ഇപ്പം ഈ ഇടയ്ക്കാണ് ഇപ്പൊ തുടങ്ങിയത് ഈ പ്രശ്നം. രാവിലെയൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ ഇപ്പം കളിക്കാൻ തോന്നുന്നല്ലേ? ഇപ്പൊ കഴിയുന്നുണ്ട്. വൈകിട്ട് മാത്രമാണ് ഈ പ്രശ്നം. ഇപ്പം ഈ പരാതിയെ കൊടുത്തിട്ടും ആരും പരിഗണിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശം? ഇനിയിപ്പോ നമുക്ക് കളിക്കാൻ ഒരു സ്ഥലം വേണം, അതാണ് ഉദ്ദേശം. നമുക്ക് ഇപ്പൊ ഈ ചുറ്റളവിൽ നമ്മളിപ്പം 4-5 കിലോമീറ്ററിൽ ഈ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നമ്മൾ ഇനി അവിടെ മുകളിലത്തെ ഗ്രൗണ്ടൊന്നും പൂർണ്ണമായിട്ട് ഇപ്പം ക്രിക്കറ്റിന് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നല്ലേ? അത് ഫുട്ബോളാണ് കളിക്കുന്നത്. ഞായറാഴ്ച ഒരു ദിവസം മാത്രം. നേരത്തെ അവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ട്. ഞങ്ങളുടെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ വിഷയമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരെയും കാണാൻ പോയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കളെയും കാണാൻ. ആരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുക, ഞങ്ങളൊരു 350 പേര് ഇവിടെ രാവിലെ, ഞായറാഴ്ചയും രാവിലെ ആയിട്ടും എല്ലാ ദിവസങ്ങളും വൈകിട്ടായിട്ടും ഇവിടെ കളിക്കുന്നുണ്ട്. ഈ 350 പേരും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല. പരമാവധി ആൾക്കാരെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തും. ഈ സ്ഥാനാർത്ഥിയിലേക്ക് അറിയിച്ചോ നിങ്ങൾ? ഈ എല്ലാ സ്ഥാനാർത്ഥികളും അറിയിച്ചിട്ടുണ്ട്, ഒട്ടുമുക്ക സ്ഥാനാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ആരുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ശക്തമായി നമ്മൾ ഇതിന് പ്രതികരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യില്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യില്ല. പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന സാറുമാർക്ക് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ സമയമില്ലായിരുന്നു അവർക്ക്. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്.
നിങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഗ്രൗണ്ടിൽ ഇറങ്ങി ഈ സ്റ്റെപ്പിൽ നിന്ന് പോലും നമ്മൾ ഇരുത്താൻ സമ്മതിച്ചില്ല. നേരെ റോഡിലാണ് പിടിച്ചിറക്കിച്ചോ. കളിക്കളങ്ങൾ പൊതുവിൽ ഇല്ലാതാവുകയാണ് എല്ലായിടത്തും. ഈ നഗരമാണ്, നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ്. അവിടെ വർഷങ്ങളായി, ഏതാണ്ട് 30 വർഷത്തിലേറെ ഇവിടെ കളിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇപ്പോഴുമുണ്ട്. അവരുമൊക്കെ അവരുടെ ഒരു ജോലി സമ്മർദ്ദത്തിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ കാരണങ്ങൾക്കൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ അവരെ പുറത്തിറക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കളിക്കണം, അവർക്ക് പ്രാക്ടീസ് സെഷനൊക്കെ ഉണ്ടാകണം. അതിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കുമില്ല. പക്ഷേ ഇങ്ങനെ ഇത്ര വർഷമായി ഇവിടെ കളിക്കുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ ഇവിടെ ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ അവർ മന്ത്രിമാരോടും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുമൊക്കെ അപേക്ഷയുമായി കയറി ഇറങ്ങുന്നത്. നാട്ടിലോട്ട് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.